സൗന്ദര്യ ഞാൻ കാത്തിരിക്കുന്നു മോളെ. പിആറിന് എത്ര പൈസ കൊടുത്തു? എനിക്ക് ഏറ്റവും അറിവുള്ളതും ഇഷ്ടപ്പെട്ടതുമായ വിഷയം 1 ലക്ഷം. 1 ലക്ഷം കൊടുത്തു. ഇനി പോയിട്ട് ബാക്കി കൊടുക്കണം? ഇല്ല ഒരിക്കലും. കാരണം ഞാൻ പിശിക്കുകയാണ്. ഇതെന്റെ ഒരു ശീലമാ. അതായത് അനു പകുതി വഴി എത്തിയപ്പോഴേക്കും അവരങ്ങ് ഡിക്ലെയർ ചെയ്തു തുടങ്ങി, അനുവിനെ ഞങ്ങൾ ജയിപ്പിച്ചു, സത്യം അതാണെങ്കിൽ ഇങ്ങനെ പരസ്യമായിട്ട് വിളിച്ചു പറയാൻ അതെ. അപ്പം പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് കപ്പ് കിട്ടുമെന്ന്. അയ്യോ അത് പിന്നെ അങ്ങനെയാണല്ലോ. പക്ഷെ എനിക്കറിയാം ഞാൻ ഇവിടെ നന്നായിട്ട് നിന്നിട്ടുള്ളൂ, ജെന്യൂനായിട്ട് നിന്നിട്ടുള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ ബിന്നി എന്താ 16 ലക്ഷം? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവർക്ക് അങ്ങനെ പറയാനേ അറിയൂ. 16 ലക്ഷം ചിലപ്പോ 15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. 16ന്റെ കണക്ക് എനിക്ക് അറിയത്തില്ല. 15 കൊടുത്തിട്ടുണ്ടോ? അത് പിന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ടേ. കൊടുത്തിട്ടുണ്ടെന്നല്ല, എന്നോട് ചോദിച്ച എമൗണ്ട് ആണ് 15 ലക്ഷം രൂപ. അതെനിക്ക് എവിടെയും പ്രൂവ്. അപ്പൊ കൂട്ടാ നമ്മളെ അങ്ങനെ മണ്ടനാക്കല്ലേ. എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ നീ എന്റെ കൂടെ വാ. എത്ര കൊടുത്തു? ഒന്നും കൊടുത്തില്ല. 1 ലക്ഷമാണ്, 50 ഞാൻ കൊടുത്തത്. ഇനി 50,000 രൂപ കൊടുത്തു. എന്തെന്നും അത് ഈ പറയുന്നല്ലോ, ഈ കേസല്ലാകെ കുഴഞ്ഞു പറയുന്ന പോലെ ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ ഇപ്പൊ അനു എന്നുള്ളൊരു കുട്ടീൻ്റെ വന്നു, ഒരു കണ്ടസ്റ്റന്റ് വന്നെങ്കിൽ അവിടെ വന്ന് ഞാൻ മിണ്ടാതെ വെറുതെ എവിടെയെങ്കിലൊക്കെ ഇരുന്ന് കഴിഞ്ഞ പിആറിന് ഒരിക്കലും എന്താ പറയണ്ടേ ജയിപ്പിച്ചെടുക്കാൻ. ഒന്നും കാണാതെ പട്ടിണി കുളത്തിൽ ചാടില്ല ഭാഗി. എത്ര ലക്ഷങ്ങൾ, ഇനി 50 ലക്ഷം കൊടുത്താലും നമുക്ക് ജയിപ്പിച്ചെടുക്കാൻ പറ്റില്ല. അവിടെ എന്തെങ്കിലും ചെയ്യണം നമ്മള്. നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കൂടെ നിന്നാൽ കരല കൊടുക്കുന്നവനാ ഈ മാർത്താടൻ. എനിക്ക് എന്റെ കയ്യിലുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാലോ. അത് നേരിട്ട് അനുഭവിച്ച് അറിഞ്ഞവനല്ലേ ഈ കണ്ണയ്യൻ. അപ്പം അത് ഫുൾ എന്റർടൈനർ ആയിട്ട് നിക്കണമെന്നാണ് ആഗ്രഹമായിരുന്നത്. അല്ല അതൊക്കെ ഒരു ഭാഗ്യാണേ. ഇത്രയും ഇതായിട്ട് ചെയ്യുമ്പോ പുറത്ത് ആൾക്കാർ മുഴുവൻ പറയുന്നത് പിആർ കാരണം മനു ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലില്ലാത്ത നാക്കല്ലേ, ആർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? പിആർ ഉണ്ട്, അതിനിപ്പോ എനിക്ക് പറയുന്ന ഒരു പ്രശ്നമില്ല. കാര്യം ഞങ്ങൾ ആരുടെ നോക്കി പറയും. ഞാൻ ഈ പറഞ്ഞ 15-16 ലക്ഷങ്ങളൊന്നും വാരി അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലെന്നേ ഞാൻ പറയുള്ളൂ. എനിക്ക് വീട്ടിൽ ഇരുന്നാൽ മതി. ഇതാണ് സത്യം. വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് വിശ്വസിക്കാം. വിശ്വസിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടേ ഉണ്ട്. കിട്ടിയത് ഇനി ആരെന്ത് ചോദിച്ചാലും പറഞ്ഞാലും ഈ ഒരു എനിക്ക് ആരെന്ത് എന്ത് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ എന്നുള്ള ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. ഷുക്കൂർ വക്കീലും കൃഷ്ണ വക്കീലിലും ഞാൻ മോശക്കാരനായി, പക്ഷെ ഞാൻ നല്ലവനാണെന്ന് പറയാനും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാകും സാറേ. എന്തോ 50,000 രൂപ കൊടുത്താൽ വോട്ട് മേടിച്ചു തരാമെന്ന് പറഞ്ഞു എന്നൊക്കെ. ആർക്ക് അതറിയില്ല, എപ്പിസോഡിൽ പോയതാണ്. ഇതെങ്ങനെ അറിഞ്ഞു? നാട്ടിൽ പാട്ടായോ? ഇതുവരെ പാട്ടായിട്ടില്ല, പക്ഷെ ഇനി ചിലപ്പോ ആകും. ഞാൻ പറഞ്ഞു അല്ല, പിആറിന്റെ അടുത്ത് 50,000 രൂപ കൊടുത്താൽ അവര് വോട്ട് മേടിച്ചു കൊടുക്കും. അയ്യോ അതൊക്കെ വെറുതെ പൊട്ടങ്കളി വേണ്ട, കാര്യം എന്താണെന്ന് പറ. അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്കറിയത്തില്ല. അയ്യോ ഞാൻ അറിഞ്ഞേ ഇല്ല. ഇല്ലില്ല, അങ്ങനെയല്ല. അത് നമ്മൾ അല്ലാണ്ട് സംസാരിക്കുന്നത്. അതായത് ഓരോ പിആർ പറയത്തില്ലേ, വോട്ടിന്റെ കാര്യമല്ല സപ്പോർട്ടിന്റെ കാര്യമാണ് പറയുന്നത്. അതിന് അങ്ങനെയൊക്കെ ആക്കിക്കോട്ടെ. എന്താണ് ഒരു ചേർച്ചയില്ലായ്മ? അത് ഞങ്ങളുടെ ജാതകത്തിന്റെ സാറേ, അല്ല ശബ്ദത്തിന്റെ മഞ്ഞിന്റെ. അതുകൊണ്ട് ശബ്ദമൊന്നും മിണ്ടല്ല. ഓക്കെ, സമാധാനായി. എന്നാ ഇറങ്ങട്ടെ, നാളെ വരാം.